കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ കുട്ടനാട്ടിലെത്തുന്ന വിദേശീയരും സ്വദേശീയരുമായ വിനോദസഞ്ചാരികൾക്ക് ഏറെ കൗതുകം പകരുന്ന ഒന്നാണ് ചിത്തിരക്കായൽ തീരത്തെ പള്ളി. വേമ്പനാട് കായലിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ചിത്തിരക്കായലിൽ 1955 മുരിക്കൻ മൂട്ടിൽ ഔദച്ചൻ എന്ന തോമസ് മുരിക്കൻ ഈ പള്ളി പണിതത്. ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണ് മുരിക്കൻ കായൽ കുത്തിയത്. 716 ഏക്കർ വരുന്ന ചിത്തിരക്കായലാണ് ആദ്യം കുത്തിയത്. പിന്നീടാണ് 568 ഏക്കർ വരുന്ന റാണിയും 674 ഏക്കർ വരുന്ന മാർത്താണ്ഡം കായലും കുത്തിയെടുത്തത്. കായൽ കുത്തിയെടുക്കുന്ന ജോലിക്കായി എത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികൾക്കും മുരിക്കനും പ്രാർത്ഥന നടത്തുന്നതിനായിട്ടാണ് അന്ന് ചിത്തിരക്കായൽ തീരത്ത് മുരിക്കൻ പള്ളി പണിതതെന്ന് പറയുന്നു. പള്ളിയോട് ചേർന്ന് തന്നെയുള്ള 11 ഏക്കർ നിലത്തിൽ 1 ഏക്കറോളം വരുന്ന കുളവും നിർമ്മിച്ചിരുന്നു. കായലിൽ പണിക്കെത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കുടിവെള്ളത്തിന് ഏക ആശ്രയമായിരുന്നു ഈ കുളം. കുളത്തിനു ചുറ്റും കൽക്കെട്ട് നിർമ്മിച്ച് കുളത്തിനുള്ളിൽ ചരൽമണൽ ഇറക്കിയാണ് കുളം നിർമ്മിച്ചത്. കായൽ മുഴുവൻ ഉപ്പുവെള്ളം നിറയുമ്പോഴും ചിത്തിരക്കായലിലെ മുരിക്കൻ നിർമ്മിച്ച കുളത്തിൽ അല്പം പോലും ഉപ്പുവെള്ളം കയറില്ലായിരുന്നു. അതിനാൽ തന്നെ ഉപ്പുവെള്ളം കയറുമ്പോൾ കായലിൽ കൊയ്യാനെത്തുന്ന തൊഴിലാളികൾ കുടിവെള്ളം ശേഖരിച്ചിരുന്നത് ഈ കുളത്തിൽ നിന്നാണ്. കുമരകത്തു നിന്നും വെള്ളം ശേഖരിക്കാൻ വള്ളത്തിൽ ആളുകൾ ഇവിടെ എത്താറുണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. ശുദ്ധജല തടാകമായിരുന്ന കുളം ഇപ്പോൾ പാഴ്ചെടികളും പുല്ലും കടകലും വളർന്ന് കാട് പിടിച്ചു കിടക്കുകയാണ്. മുരിക്കൻ നിർമ്മിച്ച പള്ളിയാണെങ്കിലും കായൽ സൗന്ദര്യം നുകരാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ കൗതുകകരമാണ് ചിത്തിരപ്പള്ളി. ചിത്തിരപ്പള്ളിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.